പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷം പിറന്നു. ആഘോഷത്തോടെയും ആർപ്പുവിളികളോടെയും 2026 ലോകം വരവേറ്റു. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളെല്ലാം വലിയ ആഘോഷങ്ങളാണ് നടന്നത്. ലോകത്ത് പുതുവർഷത്തെ ആദ്യം വരവേറ്റത് കിരിബാത്തി ദ്വീപാണ്. ഇന്ത്യ പുതുവത്സരം ആഘോഷിക്കുന്നതിനും 8.5 മണിക്കൂർ മുമ്പായിരുന്നു കിരിബാത്തിയിൽ പുതുവർഷം എത്തിയത്. തൊട്ടുപിന്നാലെ ന്യൂസിലൻഡിലെ ചാഥം ദ്വീപിലും പുതുവർഷമെത്തി. ഓസ്ട്രേലിയ, ടോങ്ക തുടങ്ങിയ പസഫിക് ദ്വീപുകളുമാണ് പുതുവത്സരം ആഘോഷിച്ചത്. ഫിജി, റഷ്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളും പുതുവത്സരത്തെ വരവേറ്റു. അവസാനം പുതുവർഷം എത്തുന്നത് അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപിലാണ്. കേരളത്തിലും ആഘോഷത്തോടെയാണ് പുതുവർഷത്തെ വരവേറ്റത്. പുതുവർഷ പിറവിയുടെ അടയാളമായ പാപ്പാഞ്ഞിയെ പലയിടങ്ങളിലും കത്തിച്ചു. ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് പടുകൂറ്റൻ പാപ്പാഞ്ഞിമാരെ കത്തിച്ചത്. ഫോർട്ട് കൊച്ചിയിൽ 2 പാപ്പാഞ്ഞിമാരെയാണ് കത്തിച്ചത്. വെള്ളി മൈതാനത്തെ 55 അടി ഉയരമുള്ള പാപ്പാഞ്ഞി സിനിമാ താരം ഷൈൻ നിഗം ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ 50 അടി ഉയരമുള്ള പാപ്പാഞ്ഞി പരേഡ് മൈതാനിയിലായിരുന്നു. കോവളം അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നവവത്സരാഘോഷങ്ങൾ ഗംഭീര പരിപാടികളോടെ ആഘോഷിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.